ജാതിമതഭേദമന്യേ എല്ലാവർക്കും തേടിയെത്താവുന്ന തിരുസന്നിധിയാണ് വടക്കൻ മലബാറിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. കണ്ണൂരിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ രീതിയിൽ പൂജാരീതിയിലുള്ള ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന ആശ്രയ കേന്ദ്രമാണ്. ശൈവ വൈഷ്ണവ സങ്കല്പമായി പരബ്രഹ്മ സ്വരൂപനായും മുത്തപ്പനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. ഭൈരവമൂർത്തിയായും പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണക്കാക്കാറുണ്ട്. ഭൈരവമൂർത്തിയുടെ വാഹനം നായയാണ്. അതിനാൽ പറശ്ശിനിക്കടവിൽ സ്വതന്ത്ര വിഹാരയായി നടക്കുന്ന ഒട്ടേറെ നായകളെ കാണാം. വർഷത്തിലെ എല്ലാ ദിവസവും തെയ്യക്കോലം അനുഷ്ഠിക്കുന്ന ഇടമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ശൈവ വൈഷ്ണവ ഭാവങ്ങളായുള്ള 2 തെയ്യരൂപങ്ങൾ മുത്തപ്പനെ പ്രതിനിധാനം ചെയ്യുന്നു. ചന്ദ്രക്കല കിരീടം വെച്ച പരമശിവനെയും മത്സ്യരൂപ കിരീടം വെച്ച മഹാവിഷ്ണുവിനെയും. ഈ 2 തെയ്യങ്ങളെയും വെള്ളാട്ടവും തിരുവപ്പനെയും എന്നാണ് അറിയപ്പെടുന്നത്. ദ്രാവിഡ പൂജാവിധി ആയതിനാൽ ഇവിടെ മുത്തപ്പനുള്ള നിവേദ്യം കള്ളും ചുട്ട മീനുമാണ്. ഇവിടെ എല്ലാ ദിവസവും 3 നേരവും അന്നദാനമുണ്ട്. കട്ടൻ ചായയും പുഴുങ്ങിയ പയറും ഉച്ചയ്ക്കും രാത്രിയിലും ചോറൂണും ഇവിടെ നൽകുന്നു. പൈങ്കുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും നടത്തുന്നു. മുത്തപ്പനുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്തുന്ന സ്ഥലമാണ് മടപ്പുര. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മുത്തപ്പന്റെ കലശസ്ഥാനമായ കഴകപ്പുര. ഭഗവതി, ധർമ്മദൈവങ്ങൾ, കുടിവീരൻ ദൈവങ്ങൾ എന്നിവരെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു. കഴകപ്പുര ക്ഷേത്രം പോലെ തന്നെ പരിപാലിക്കുന്നു. കഴകപ്പുരയിൽ ദിവസവും മുത്തപ്പൻ എഴുന്നള്ളി തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ആചാരമുണ്ട്. കൂടാതെ ദിവസവും ഇവിടെ ഗ്രന്ഥപാരായണവും നടത്തിവരുന്നു. പറശ്ശിനിക്കടവിൽ നിന്നും വടക്കോട്ട് മാറി മറ്റൊരു ദേവസ്ഥാനം അഥവാ പള്ളിയറ കൂടിയുണ്ട്. തൊണ്ടച്ചൻ എന്ന വയനാട്ട് കൂലവൻ ദൈവത്തിനും വിഷ്ണുമൂർത്തിക്കും കൂടിയുള്ളതാണ് ഈ പള്ളിയറ. കൂടാതെ ഇവിടെ തന്നെ പൊട്ടൻ ദൈവത്തിന് പ്രത്യേക സങ്കല്പ സ്ഥാനമുണ്ട്. സമീപത്തെ ഇരട്ട പള്ളിയറയിൽ ചോന്നമ്മ, പുലിയൂർ കണ്ണൻ, കാരൻ ദൈവം, ധർമ്മദൈവം, തായ്പര ദേവത, തെക്കൻ കരിയാത്തൻ, കൈക്കോളൻ എന്നീ ദൈവങ്ങൾക്കും സ്ഥാനമുണ്ട്. പറശ്ശിനിക്കടവ് മടപ്പുരയിലെ പ്രധാന പ്രസാദം ഭസ്മമാണ്. ഇവിടെ വരുന്നവരെയെല്ലാം മുത്തപ്പൻ അതിഥിയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിന്നുവാനും കുടിക്കുവാനുമുള്ള പ്രസാദവും ഭക്തർ സ്വീകരിച്ചാലേ മുത്തപ്പനും തൃപ്തിയാവുകയുള്ളൂ എന്നാണ്. ഇലയിൽ പയറും അതിനു മുകളിൽ ചന്ദ്രക്കല പോലെയുള്ള തേങ്ങാ കഷ്ണവും ചായയും ഇടതടവില്ലാതെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ 2 നേരവും പ്രസാദച്ചോറും ഇവിടെ ലഭിക്കും. പറശ്ശിനിക്കടവ് മടപ്പുരയുടെ ചുമതലയും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാൻ അധികാരപ്പെട്ട പൂജാരിയാണ് മടയൻ. മടപ്പുര കുടുംബാംഗങ്ങളിൽ നിന്നും മരുമക്കത്തായ പ്രകാരം വയസ്സുമൂപ്പുള്ള ആളാണ് മടയനായി അവരോധിക്കപ്പെടുന്നത്. മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്കും ഭർത്താവായ നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം.